المدرسة الربانية كونوا ربانيين. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പാപങ്ങൾ വെടിയാൻ സഹായകരമാകുന്ന രീതിയിൽ പാപങ്ങൾ ചെയ്താൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് വളരെ വിശാലമായി സംസാരിച്ചു വരികയാണ്. ഷേഖ് അവറുകൾ അവസാനം പ്രധാനപ്പെട്ട ചില ശിക്ഷകളെ സംബന്ധിച്ച് പറയുകയുണ്ടായി. അതിനുശേഷം അത്ഭുതം കൂറിക്കൊണ്ട് ഇമാം അവറുകൾ പറയുകയാണ്, ഫസുബ്ഹാനല്ലാഹ് കം മിൻ ഖൽബിൻ മൻകൂസിൻ വസാഹിബുഹു ലാ യശ്ഉർ. ഹൃദയത്തിന് ബാധിക്കുന്ന ചില ശിക്ഷകളെ സംബന്ധിച്ചാണ് അവസാനം പറഞ്ഞത്. ഹൃദയം ചിലപ്പോൾ രൂപമാറ്റം സംഭവിച്ചേക്കാം. രൂപമാറ്റം സംഭവിക്കൽ, ഹൃദയം, മനുഷ്യന്റെ ഹൃദയം എന്താണോ അതിന്റെ പ്രകൃതം, അതിൽ നിന്ന് മാറി പല മൃഗങ്ങളുടെയും കോലത്തിലേക്ക് അതിന് രൂപമാറ്റം സംഭവിച്ചേക്കാം. അവസാനമായി അത് പൂർണാർത്ഥത്തിൽ അവന്റെ ബാഹ്യാവയവങ്ങളിലേക്കും ബാധിക്കുകയും അവന്റെ ബാഹ്യമായ ശരീരം തന്നെ മൃഗങ്ങൾക്ക് തുല്യമായി രൂപമാറ്റം സംഭവിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഹൃദയത്തിന് സംഭവിക്കുന്നതാണ്, ഹൃദയം വലിയ ഗർത്തങ്ങളിലേക്ക്, വഴികേടിന്റെ ഗർത്തങ്ങളിലേക്ക് ആവതിച്ചു പോയേക്കാം. ഇത് പറഞ്ഞതിന് ശേഷമാണ് ഇമാം അവറുകൾ പറയുന്നത്, എത്രയോ ഹൃദയങ്ങളാണ് അത് തലകീഴായി മറിഞ്ഞിരിക്കുകയാണ്, പക്ഷേ വസാഹിബുഹു ലാ യശ്ഉർ, ആ ഹൃദയത്തിന്റെ ആൾ, അതിന്റെ ഉടമസ്ഥൻ അതറിയുന്നില്ല. തന്റെ ഹൃദയം നേരെയല്ല നിലനിൽക്കുന്നത്, അത് തലകുത്തനെയാണ് നിൽക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ആളുകൾ ഇതിനെ സംബന്ധിച്ച് ബോധവാന്മാരല്ല. വഖൽബിൻ മംസൂഖിൻ വഖൽബിൻ മഖ്സൂഫിൻ ബി, എത്രയോ ഹൃദയങ്ങളാണ് രൂപമാറ്റം നൽകപ്പെട്ടിരിക്കുന്നത്. മൃഗങ്ങളുടെ സ്വഭാവത്തിൽ പല ഹൃദയങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ പല ഹൃദയങ്ങളും വലിയ ഗർത്തങ്ങളിലേക്ക്, തിന്മയുടെ ഗർത്തങ്ങളിലേക്ക് ആവതിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ സ്വാഹിബ് ഇതറിയുന്നില്ല. വകം മിൻ മഫ്തൂനിൻ ബിസനാഇൻ നാസി അലൈഹി, അതേപോലെ എത്രയോ ആളുകളാണ് ഫിത്നയിൽ അകപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ്? ജനങ്ങൾ അവന് പ്രശംസിച്ചു കൊണ്ടിരിക്കുകയാണ്, ആളുകൾ അവന് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവൻ അള്ളാഹുവിന്റെ മുന്നിൽ വളരെ നികൃഷ്ടനായിരിക്കും. ജനങ്ങളുടെ പുകഴ്ത്തലും പ്രശംസയും കണ്ടിട്ട് ഇവൻ വഞ്ചനയിലകപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഫിത്നയിൽ അകപ്പെട്ടു പോയിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. വമഗ്റൂറിൻ ബിസിത്രില്ലാഹി അലൈഹി, അതേപോലെ എത്രയോ ആളുകളാണ് ചതിയിൽപ്പെട്ടു പോയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫദ്ല് കൊണ്ട് അവനൊരു മറയിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവന്റെ രഹസ്യങ്ങൾ ജനങ്ങൾ അറിയാത്തത്. അവൻ നല്ലവനായതുകൊണ്ടല്ല, അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു, അവന്റെ തിന്മകളെ ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തിരിക്കുന്നു, മാന്യനായി ജീവിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ ഇത് അള്ളാഹുവിന്റെ മറയാണെന്ന് ബോധ്യപ്പെടാതെ ചതിയിലകപ്പെട്ടിരിക്കുന്ന എത്രയോ ആളുകളാണുള്ളത്. വമുസ്തദ്റജം ബിനഅമില്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ജീവിക്കുകയാണ് പല ആളുകളും. പക്ഷേ ഇവരെല്ലാം ഘട്ടം ഘട്ടമായിട്ട് പിടിക്കപ്പെടുന്നവരാണ് എന്ന് ഇവരറിയുന്നില്ല. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇമാം അവറുകൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് അതിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അള്ളാഹു പറയുന്നത് കാണാം, ഫദർഹും ഫീ ഗംറതിഹിം ഹത്താ ഹീൻ, നബിയെ അവരെ അവരുടെ വഴികേടിൽ കുറച്ചു നാളത്തേക്ക് താങ്കൾ വിട്ടേക്ക്.
താങ്കൾ വലിയ പ്രയാസം അനുഭവിക്കേണ്ടതില്ല അവരുടെ കാര്യത്തിൽ. കുറച്ചു കാലത്തേക്ക് അവരിങ്ങനെ വിട്ടേക്ക്. അയഹ്സബൂന അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീന നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്. അവർക്ക് ധാരാളം സമ്പത്ത് നാം കൊടുത്തിട്ടുണ്ട്, സന്താനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സമ്പത്തും സന്താനങ്ങളും എല്ലാം കൊടുത്ത് നാം അവരെ സഹായിക്കുന്നത് അവർക്ക് നന്മ ചെയ്യുന്നതിൽ നാം ധൃതി കാണിക്കുന്നത് കൊണ്ടാണ് എന്നാണോ അവർ കരുതുന്നത്? അവർക്ക് കുറെ സന്താനങ്ങൾ കൊടുത്തത് നാം അവർക്ക് കൊടുക്കുന്ന സഹായമാണ്, നന്മയാണ് എന്നവർ കരുതുന്നുണ്ടോ? സമ്പത്ത് നൽകിയത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നാണോ അവർ കരുതുന്നത്? നാം അവർക്ക് നന്മ ചെയ്യുകയാണ് എന്നാണോ അവർ കരുതുന്നത്? ബൽ ലാ യശ്ഉറൂൻ. എന്നാൽ അങ്ങനെയല്ല കാര്യം. അവർ യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. മറ്റൊരായത്തിൽ കാണാം, വല്ലദീന കദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ആയാത്തുകളെ കളവാക്കിയിരിക്കുന്നതായ ആളുകൾ, സനസ്തദിരിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ, അവരറിയാത്ത നിലയിൽ ഘട്ടം ഘട്ടമായി നാം അവരെ പിടികൂടുക തന്നെ ചെയ്യും. വ ഉംലി ലഹും ഇന്ന കൈദി മതീൻ. ഇപ്പൊ കുറച്ച് സമയം നാം എന്ത് ചെയ്തിരിക്കുകയാണ്, അവർക്ക് ഇങ്ങനെ നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ തന്ത്രം അത് വളരെ ശക്തമായ തന്ത്രമാണ്. കുറച്ചു കാലത്തേക്ക് അവരിങ്ങനെ വിട്ടിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യും, ഘട്ടം ഘട്ടമായിട്ട് നാം അവരെ പിടികൂടുക തന്നെ ചെയ്യും. വേറൊരായത്തിൽ കാണാം, വലാ യഹ്സബന്നല്ലദീന കഫറൂ, കുഫാറുകളായ ആളുകൾ കരുതേണ്ടതില്ല, അവർ വിചാരിക്കേണ്ടതില്ല, അന്നമാ നുംലി ലഹും ഖൈറുൽ ലിഅൻഫുസിഹിം, നാം അവരെ ഇങ്ങനെ സുഖകരമായി ജീവിക്കാൻ വിട്ടിരിക്കുന്നത് അവരുടെ നഫ്സുകൾക്ക് ഖൈറിന് വേണ്ടിയിട്ടാണെന്ന് കരുതേണ്ടതില്ല. അവർക്കത് നന്മയാണ് എന്ന് അവരെന്ത് ചെയ്യേണ്ടതില്ല, വിചാരിക്കേണ്ടതില്ല. ഇന്നമാ നുംലി ലഹും ലിയസ്ദാദു ഇസ്മ, അവരുടെ പാപങ്ങൾ വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വലഹും അദാബും മുഹീൻ, അവർക്ക് വളരെ നീചമായ ശിക്ഷയും ഉണ്ടാകും. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ടുള്ള അള്ളാഹുവിന്റെ ശിക്ഷ അവർ നേരിടാൻ പോവുകയാണ്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഈ ആളുകൾ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല എന്ന് ധാരാളം സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ ശിക്ഷയിലായിരിക്കും പലപ്പോഴും പല മനുഷ്യരും. ഇതെന്ത് ചെയ്യുന്നില്ല, ഇവരറിയുന്നില്ല എന്നുള്ളതാണ്. വകുല്ലു ഹാദിഹി ഉഖൂബാതും വഇഹാന, ഇതെല്ലാം തന്നെ എന്താണ്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ശിക്ഷയാണ്, അവരെ നിന്ദിക്കലുമാണ്. വയദുന്നുൽ ജാഹിലു അന്നഹാ കറാമ, എന്നാൽ അവിവേകിയായ മനുഷ്യൻ കരുതുന്നത് ഇത് അവരെ അള്ളാഹു ആദരിച്ചതിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഇങ്ങനെ കുറെ കാലം സുഖകരമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത് എന്നാണ് അവർ കരുതുന്നത്. എന്നിട്ട് ഇമാം അവറുകൾ വീണ്ടും പറയുകയാണ്, വമിൻഹ മക്റുല്ലാഹി ബിൽ മാകിർ, അള്ളാഹുവിന്റെ ശിക്ഷയിൽപ്പെട്ടതാണ്, പാപികൾക്കുള്ള ശിക്ഷയിൽപ്പെട്ടതാണ്, ചതിയന്മാരായ ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യും, തിരിച്ചും ചതിപ്രയോഗം നടത്തും. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, വയംകുറുല്ലാഹ്, അവർ കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ആകട്ടെ എന്തും ചെയ്യുന്നു, അവരെ അതിലും വലിയ കുതന്ത്രത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അകപ്പെടുത്തും. അതേപോലെ തന്നെ വമുഖാദഅതുഹു ലിൽ മുഖാദിഅ, വഞ്ചന കാണിക്കുന്ന ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യും, തിരിച്ച് അവരെയും വഞ്ചനയിൽ അകപ്പെടുത്തും. അതും അള്ളാഹു പറയുന്നത് കാണാം, യുഖാദിഊനല്ലാഹ് വഹുവ ഖാദിഉഹും, അവർ അള്ളാഹുവിനെ വഞ്ചിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അവരാണ് യഥാർത്ഥത്തിൽ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുന്നത്, അള്ളാഹുവാണ് അവരെ വഞ്ചനയിൽ വീഴ്ത്തിയിരിക്കുന്നത് എന്ന് അള്ളാഹു പറയുകയാണ്. അതേപോലെ തന്നെ വസ്തിഹ്സാഉഹു ബിൽ മുസ്തഹ്സി, പരിഹാസം നടത്തുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പരിഹാസം ഉണ്ടാകും. വഇസാഗതുഹു ലിൽ ഖൽബി സായിഗി അനിൽ ഹഖ്, അതേപോലെ തന്നെ സത്യം മനസ്സിലാക്കുന്നതിനെ തൊട്ട് അള്ളാഹു ചില ഹൃദയങ്ങൾ എന്ത് ചെയ്യും, തടഞ്ഞു നിർത്തും, വഴികേടിലേക്ക് ചില ഹൃദയങ്ങളെ കൊണ്ടുപോകും. ഇതെല്ലാം തന്നെ പാപങ്ങൾ നിമിത്തം സംഭവിക്കുന്നതായ ചില ശിക്ഷകളാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ഏതുമാകട്ടെ അത് ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ നിമിത്തമാണ് എന്ത് ചെയ്യുന്നത്, അവനിൽ സംഭവിക്കുന്നത്. ഇതിനെല്ലാം പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ വിശദീകരിക്കുന്ന കാര്യമാണ്. ഫലമ്മാ സാഗൂ അസാഗല്ലാഹു ഖുലൂബഹും, അവർ തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോ, വഴി വഴച്ചപ്പോ അള്ളാഹു എന്ത് ചെയ്തു, അവരുടെ ഹൃദയങ്ങളെ വഴിതെറ്റിച്ചു വിട്ടു. അതേപോലെ തന്നെ വമിൻഹ, അങ്ങനെയുള്ള ശിക്ഷകളിൽപ്പെട്ടതാണ് നക്സുൽ ഖൽബി ഹത്താ യറൽ ബാതില ഹഖൻ വൽ ഹഖ ബാതില, ഹൃദയം തലകീഴായി മാറുക. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, ബാത്തിലായ ഒരു കാര്യത്തെ, തെറ്റായ കാര്യത്തെ സത്യമായിട്ട് അവൻ എന്ത് ചെയ്യും, കാണും. സത്യത്തെ എന്തും
ബാത്തിലായിട്ടും തോന്നും. ഇത് ധാരാളമായിട്ട് നമ്മുടെ സമൂഹങ്ങളിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും വലിയ വലിയ ബാത്തിലായ തിന്മകളായ കാര്യങ്ങൾ വലിയ രീതിയിൽ മഹത്വവൽക്കരിക്കുന്ന ആൾക്കാർ കാണാം. പലപ്പോഴും ഇസ്ലാമിക പ്രബോധനമാണെന്ന് പറഞ്ഞ് നടത്തുന്ന ആളുകൾ വരെയും വലിയ തിന്മകളായിട്ട് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അത് വലിയ നന്മകളാണ് എന്നുള്ള നിലയിൽ എന്ത് ചെയ്യും, പ്രബോധനം ചെയ്യുന്നുണ്ടാകും. അപ്പോ ദീനിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ വരെയും ലംഘിക്കുന്നുണ്ടാകും. പക്ഷെ എന്താണ്, ഹക്ക് ബാത്തുലായിട്ടും ബാത്തുൽ ഹക്കായിട്ടുമാണ് എന്ത് ചെയ്യുന്നത്, അവര് കാണുന്നത്. ഇത് ഹൃദയത്തിന് സംഭവിക്കുന്നതായ എന്താണ്, തലകീഴായിട്ട് മറിഞ്ഞു പോകുന്നതാണ്. സത്യത്തെ ഉൾക്കൊള്ളാനുള്ളതായ ബോധം അവർക്ക് ഉണ്ടാവുകയില്ല. ഇത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതായ ശിക്ഷയായിരിക്കും. അതേപോലെ വൽ മഅറൂഫ മുൻകറൻ വൽ മുൻകറ മഅറൂഫൻ, നന്മയെ അവരെന്ത് ചെയ്യും, തിന്മയായിട്ട് കാണും, തിന്മയെ നന്മയായിട്ടും കാണും. പരിശുദ്ധ ഖുർആൻ തന്നെ പല സ്ഥലങ്ങളിൽ ഖണ്ഡിതമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വരെയും അംഗീകരിക്കാൻ എന്ത് ചെയ്യൂല, മനസ്സ് കൂട്ടാക്കുകയില്ല. തിന്മകളോടും തിന്മയുടെ ആളുകളോടും വെറുപ്പുണ്ടാകണം. ഇത് ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. ഖുർആൻ പല സ്ഥലങ്ങളിൽ ഈ ഉമ്മത്തിന് മാതൃകയായിട്ട് പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ശരിയായ മാർഗം എന്താണ്, കുഫർ, ഷിർക്ക്, തിന്മകള്, ഇങ്ങനെയുള്ള തിന്മകളെയും അതിന്റെ ആളുകളെയും വെറുക്കലാണ്. പക്ഷെ ഇത് പല സ്ഥലങ്ങളിൽ നസ്വായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ സ്നേഹിക്കുന്നവരായിട്ട് മുഅ്മിനീങ്ങളെ കാണാനേ പറ്റുകയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ പലപ്പോഴും എന്താണ്, ഇസ്ലാമിക പ്രബോധന രംഗത്ത് വരെയും ഇതിന് വളരെ വളരെ മോശപ്പെട്ട, അതിന് നേരെ എതിരായിട്ടുള്ളതായ നിലപാടുകളും പ്രചരണങ്ങളും കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ സത്യത്തെ ഉദാഹരണം പറഞ്ഞതാണ്, തിന്മയെ സത്യമായിട്ടും എന്ത് ചെയ്യുന്നു, ആളുകൾ മനസ്സിലാക്കുന്നു. ഇത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതായ ശിക്ഷയാണെന്നുള്ളതാണ്. വയുഫ്സിദു വയറാ അന്നഹു യുസ്ലിഹ്, അവൻ വലിയ ഫസാദുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവന്റെ ധാരണ എന്താണ്, അവൻ നടത്തുന്നത് വലിയ ഇസ്ലാഹാണ്, വലിയ നന്മയാണ് അവൻ ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും അവന്റെ ധാരണ. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദി ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, അവരോട് നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ അവർ പറയുന്ന വാക്യം ഞങ്ങൾ ഭൂമിയിൽ നന്മ വരുത്തുന്നവരാണ് എന്നതായിരിക്കും. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഊൻ, എന്നാൽ യഥാർത്ഥത്തിൽ അവരാണ് കുഴപ്പക്കാർ, അവരതറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതും പാപങ്ങൾ നിമിത്തം അവർക്ക് കാര്യങ്ങൾ യഥാവിധം തിരിച്ചറിയാൻ പറ്റാത്തതായ ഒരു അവസ്ഥയാണ്. വയസുദ്ദു അൻ സബീലില്ലാഹ് വഹുവ യറാ അന്നഹു യദ്ഉ ഇലൈഹാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവൻ തടസ്സങ്ങൾ സൃഷ്ടിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടുത്തു നിർത്തുവൻ. അവന്റെ ധാരണ എന്താണ്, യഥാർത്ഥത്തിൽ അവൻ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു എന്നുള്ളതാണ് അവൻ കരുതുന്നത്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാകട്ടെ അവൻ ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവന്റെ ധാരണ അവൻ ആളുകളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു എന്നാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പല കാര്യങ്ങളും ചെയ്യുന്നത്. അത് മുഖേന യഥാർത്ഥ സത്യദീനിൽ നിന്ന് യഥാർത്ഥത്തിൽ ജനങ്ങളെ തടുക്കലായിരിക്കും യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. ഇതും എന്താണ്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതായ ഒരു ശിക്ഷയിൽപ്പെട്ടതാണ്. വയഷ്തരി ളലാലത ബിൽ ഹുദ, ഹുദ കൊടുത്തിട്ട് എന്ത് ചെയ്യും, ളലാലത്തിനെ, ഒഴികേടിനെ അവരെന്ത് ചെയ്യും, വാങ്ങും. അവർ അള്ളാഹു കൊടുത്തിരിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ തിരുസുന്നത്തിലെ സത്യമാർഗത്തെ, സലഫുകളുടെ മാർഗത്തെ വിറ്റുകളയുന്നു. എന്നിട്ട് ളലാലത്തിനെ അവരെന്ത് ചെയ്യുന്നു, വാങ്ങുകയും ചെയ്യുന്നു. വഹുവ യറാ അന്നഹു അലൽ ഹുദ, എന്നിട്ട് അവൻ മനസ്സിലാക്കുന്നത് അവനാണ് വലിയ സന്മാർഗത്തിൽ എന്നുള്ളതാണ്. വയത്തബിഉ ഹവാഹു വഹുവ യസ്ഉമു അന്നഹു മുതീഉൻ ലിമൗലാ, അവൻ അവന്റെ ഇച്ഛകൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അവന്റെ ബുദ്ധി എന്ത് പറയുന്നോ, അവന്റെ മനസ്സിലെ തോന്നലുകൾ എന്താണോ, സമൂഹത്തിൽ എന്താണോ നടമാടിക്കൊണ്ടിരിക്കുന്നത് അതാണ് ശരി, അതിനവൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഫോളോ ചെയ്യുകയാണ്, അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവന്റെ വാദം എന്താണ്, അവൻ അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത് എന്നുള്ളതാണ്. അവൻ യഥാർത്ഥത്തിൽ അവന്റെ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. അവന്റെ മനസ്സിന്റെ ഇച്ഛകളെ മാത്രമേ അവൻ കീഴ്പ്പെടുന്നുള്ളൂ. അതിനനുസരിച്ച് അവൻ ജീവിക്കുന്നു. എന്നിട്ട് അവന്റെ വാദമാകട്ടെ അവൻ അള്ളാഹുവിന്റെ ഇഷ്ടത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. വകുല്ലു ഹാദാ മിൻ ഉഖൂബാത്തി ദുനൂബിൽ ജാരിയത്തി അലൽ ഖുലൂബ്, ഹൃദയത്തിന് ബാധിക്കുന്ന പാപങ്ങളുടെ നിമിത്തമായിട്ടുള്ള ശിക്ഷകളാണ് ഈ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം.
വമിൻഹ വീണ്ടും ഇമാമുകൾ എണ്ണുകയാണ്, അങ്ങനെയുള്ള പാപങ്ങളുടെ ശിക്ഷകളിൽപ്പെട്ടതാണ് ഹിജാബുൽ ഖൽബി അനിർ റബ്ബി ഫിദ് ദുനിയ വൽ ഹിജാബുൽ അക്ബറു യൗമൽ ഖിയാമ. ദുനിയാവിൽ വെച്ച് അള്ളാഹുവിന്റെയും അടിമയുടെയും ഇടയിൽ എന്ത് ചെയ്യുക? ഒരു ഹിജാബ് ഉണ്ടാവുക, ഒരു മറയുണ്ടാവുക, ഒരു തടസ്സമുണ്ടാവുക. ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈമാനിന്റെ രുചി ആസ്വദിക്കുമ്പോൾ, അതായത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ നല്ല രസമുണ്ടാവുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും കണ്ണിന് കുളിർമ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഭൂമിയിൽ വെച്ചിട്ട് അള്ളാഹുവിനെ കണ്ടെത്തൽ. ഇത് ഭൂമിയിൽ സംഭവിക്കും. തിന്മ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അതൊരു സാധിക്കുകയില്ല. അവന്റെ ഈ ഇബാദാത്തുകൾക്കുള്ള രസം അനുഭവപ്പെടാൻ അവനക്ക് സാധിക്കുകയില്ല. അള്ളാഹുവിന്റെയും അവന്റെ ഹൃദയത്തിന്റെ ഇടയിൽ എന്ത് ചെയ്യും? ഒരു മറയുണ്ടാകും. അതേപോലെ തന്നെ വലിയ ഒരു മറ അതിനപ്പുറത്ത് സംഭവിക്കാനുണ്ട്. അത് ആഖിറത്തിൽ സംഭവിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുക എന്നുള്ള ഏറ്റവും വലിയ അനുഗ്രഹം, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഭൂതിയാണ്, സന്തോഷമാണ് അള്ളാഹുവിന്റെ വജ്ഹ് കാണുക എന്നുള്ളത്. അതിനെ തൊട്ടും അവനെന്ത് ചെയ്യപ്പെടും? തടസ്സം ഉണ്ടാകും എന്നുള്ളതാണ്. അള്ളാഹു പറയുന്നത് കാണാം, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. അവർ പ്രവർത്തിക്കുന്ന തിന്മകളുടെ കാരണത്താൽ അവരുടെ ഹൃദയങ്ങളുടെ മേൽ എന്ത് ചെയ്തിരിക്കുന്നു? ഹൃദയങ്ങളെ മലിനപ്പെടുത്തിയിരിക്കുകയാണ്. അവർ ചെയ്യുന്ന തിന്മകൾ അവരുടെ ഹൃദയത്തെ മലിനമാക്കിയിരിക്കുന്നു, നജസാക്കിയിരിക്കുന്നു. അത് കറ പുരട്ടിയിരിക്കുകയാണ്. ഹൃദയം എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? മൂടപ്പെട്ട് കളഞ്ഞിരിക്കുന്നു. എന്നല്ല, കല്ല ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൽ ലമഹ്ജൂബൂൻ. അന്നേ ദിവസം, അതായത് ഖിയാമത്ത് നാളിൽ അവരുടെ റബ്ബിനെ തൊട്ട് അവരെന്ത് ചെയ്യപ്പെടുന്നതാണ്? മറയിടപ്പെടുകയും ചെയ്യും. മറയിടപ്പെട്ടവരായിരിക്കും അവർ എന്ന് അള്ളാഹു പറയുകയാണ്. അപ്പോൾ ദുനിയാവിലും അവർക്ക് അള്ളാഹുവുമായിട്ടുള്ളതായ ഇബാദാത്തിന്റെ രസം അനുഭവിക്കാൻ സാധിക്കുകയില്ല. ആഖിറത്തിൽ അതിനേക്കാൾ അപ്പുറം എന്ത് ചെയ്യും? അള്ളാഹുവിങ്കിൽ നിന്ന് അവരുടെ ഹൃദയത്തെ തടയപ്പെടുന്നതാണ്. ഫമനഅതുഹുമുദ്ദുനൂബു, അപ്പോൾ പാപങ്ങൾ അവരെ വിലക്കുകയാണ്. എന്തിൽ നിന്ന്? അൻ യഖ്തഉ മസാഫത ബൈനഹും വബൈന ഖുലൂബിഹിം, അവരുടെയും അവരുടെ ഹൃദയത്തിന്റെയും ഇടയിലുള്ള ദൂരം മുറിച്ച് കടക്കുന്നതിനെ തൊട്ട്. അവർക്ക് അവരുടെ ഹൃദയത്തെയുമായിട്ടുള്ള ബന്ധം എന്ത് ചെയ്യാൻ പറ്റൂല. ഓരോ മനുഷ്യനും അവന്റെ ഹൃദയവുമായിട്ടൊരു ബന്ധം വേണം. ആ ബന്ധം മുറിച്ച് കടക്കാൻ, ആ ഒരു ദൂരം മുറിച്ച് കടക്കാൻ മനുഷ്യന് സാധിക്കാതെ വരുന്നു. അങ്ങനെ ഫയസ്വിലു ഇലൈഹ, അങ്ങനെ അവരുടെ ആ ദൂരം മുറിച്ച് കടന്നിട്ട് അവർക്ക് അവരുടെ ഹൃദയത്തിലേക്ക് ചെല്ലണം. ഫയറൗമാ യുസ്ലിഹുഹാ വയുസക്കിഹ, അങ്ങനെ ചെന്നാലാണ് ഹൃദയത്തിന് എന്താണ് ഏറ്റവും നല്ല കാര്യം, ഹൃദയത്തിനെ സംസ്കരിക്കാൻ എന്തു വേണം എന്നവൻക്ക് അറിയണമെങ്കിൽ ഹൃദയത്തിലേക്ക് ചെല്ലാൻ സാധിക്കണം. ഇതിനെന്ത് ചെയ്യില്ല, സാധിക്കില്ല. അവന്റെയും അവന്റെ ഹൃദയത്തിന്റെ ഇടയിൽ എന്തുണ്ട്? മറയുണ്ട്. വമാ യുഫ്സിദുഹാ വയുഷ്തിഹ, ഹൃദയത്തെ കുഴപ്പത്തിലാക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതിനെ പരാജയപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഇത് മനസ്സിലാക്കാൻ അവനക്ക് സാധിക്കുകയില്ല. അതിനുശേഷം അവന്റെ ഹൃദയത്തിന്റെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ളതായ ഒരു ദൂരമുണ്ട്. അതിനെയും മുറിച്ചു കടക്കാൻ, അതിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യത്തിലെത്താൻ അവനെ പാപങ്ങൾ തടഞ്ഞു വെക്കുകയാണ്. പാപങ്ങൾ ചെയ്യുന്നത് മുഖേന അവനക്കതിന് സാധിക്കുകയില്ല. ഫതസിലൽ ഖുലൂബു ഇലൈ, അങ്ങനെ ആ ദൂരം മുറിച്ചു കടന്നിട്ട് വേണം അള്ളാഹുവിലേക്ക് അവനക്ക് എത്താൻ. ഫതഫൂസ ബിഖുർബിഹി വകറാമതി, അങ്ങനെയാണ് അള്ളാഹുവിന്റെ സാമീപ്യവും അള്ളാഹുവിന്റെ ആദരവും ലഭിക്കുന്നതിലൂടെ അവൻ വിജയിക്കുന്നത്. വതഖറ ബിഹി ഐന, അതിലൂടെയാണ് അവന്റെ കണ്ണുകൾക്ക് കുളിർമയുണ്ടാകുന്നത്. വതതീബ ബിഹി നഫ്സ, അതിലൂടെയാണ് അവന്റെ ഹൃദയത്തിന്, മനസ്സിന് സമാധാനം കൈവരുന്നത്. ബൽ കാനത്തി ദുനൂബു ഹിജാബൻ ബൈനഹും വബൈന ഖുലൂബിഹിം, എന്നാൽ അതിനൊന്നും സാധിക്കാതെ പാപങ്ങൾ അവരുടെയും അവരുടെ ഹൃദയത്തിന്റെയും ഇടയിൽ എന്ത് ചെയ്തു? ഒരു മറയായി നിൽക്കുന്നു. വഹിജാബൻ ബൈനഹും വബൈന റബ്ബിഹിം വഖാലിഖിഹിം, അവരുടെയും അവരുടെ സൃഷ്ടാവായ റബ്ബിന്റെയും ഇടയിൽ എന്ത് ചെയ്യുന്നു? ഒരു മറയായിട്ട് പാപങ്ങൾ വരികയാണ്. അതുകൊണ്ട് അവർക്ക് അവരുടെ ഹൃദയത്തെ മനസ്സിലാക്കാൻ, ഹൃദയത്തിന്റെ നന്മകൾ എന്താണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ, അതേപോലെ തന്നെ അള്ളാഹുവിനെ നല്ല രീതിയിൽ മനസ്സിലാക്കി ഇബാദത്ത് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നതാണ് തിന്മകൾ മുഖേന. വീണ്ടും ഇമാം അവറുകൾ പറയുകയാണ്, വമിൻഹ അൽ മഈശത്തു ദൻക്, പാപങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഒരു ദുരന്തമാണ്, വലിയ
ഒരു അപകടമാണ്, ശിക്ഷയാണ് ഇടുങ്ങിയതായ ജീവിതം ഉണ്ടാവുക എന്നുള്ളത്. ഇടുങ്ങിയ ജീവിതം എവിടെയാണ്? ഫിദ് ദുനിയാ ഫിൽ ബർസഖ്, ദുനിയാവിന്റെ ജീവിതത്തിലും ബർസഖിയായ ഖബർ ജീവിതത്തിലും അവനക്ക് ഇടുക്കമുണ്ടാകും. വൽ അദാബു ഫിൽ ആഖിറ, അതിനെല്ലാം അപ്പുറത്ത് ആഖിറത്തിൽ കഠിനമായ ശിക്ഷയും ലഭിക്കുന്നതാണ്. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വമൻ അഅറദ അൻ ദിക്രി, ആരാണോ എന്റെ ദിക്റിനെ തൊട്ട് തിരിഞ്ഞു കളയുന്നവൻ, ഫഇന്ന ലഹു മഈശതൻ ദൻക, തീർച്ചയായും അവന് ഇടുങ്ങിയ ജീവിതമുണ്ട്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, ഖിയാമത്ത് നാളിൽ നാം അവനെ അന്ധനായി കൊണ്ട് ഒരുമിച്ച് കൂട്ടുന്നതാണ്. അപ്പോൾ അവർ ചോദിക്കും, ഖാല റബ്ബി ലിമ ഹശർതനി അഅമ വഖദ് കുൻതു ബസീറ, അല്ലാഹുവേ എന്റെ റബ്ബേ എന്തിനാണ് എന്നെ അന്ധനാക്കിയിരിക്കുന്നത്, എനിക്ക് നല്ല രീതിയിൽ കാഴ്ചയുണ്ടായിരുന്നല്ലോ. അപ്പൊ അല്ലാഹു പറയും, ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹ, അപ്രകാരം തന്നെയാണ് നമ്മുടെ ആയാത്തുകൾ നിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ നീ എന്ത് ചെയ്തു? അതിനെ മറന്നു കളഞ്ഞു, അതിനെ നിഷേധിച്ചു കളഞ്ഞു. വകദാലികൽ യൗമ തുൻസ, അതേ പ്രകാരം ഇന്നേ ദിവസം നിന്നെ എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? വിസ്മരിക്കപ്പെട്ടിരിക്കുകയാണ്. വകദാലിക നജ്സി മൻ അസ്റഫ, അതേപോലെ തന്നെ ഇസ്രാഫ് ചെയ്യുന്ന, അള്ളാഹുവിന്റെ പരിധി വിട്ടുകിടക്കുന്ന ഏതൊരു മനുഷ്യനും, ഇസ്രാഫ് കാണിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് നാം പ്രതിഫലം കൊടുക്കും, ശിക്ഷ കൊടുക്കും. വലം യുഅ്മിൻ ബി ആയാതി റബ്ബി, തന്റെ റബ്ബിന്റെ ആയാത്തുകളിൽ വിശ്വസിക്കാത്തതായ ആളുകൾക്കും. വല അദാബുൽ ആഖിറതി അശദ്ദു വഅബ്ഖ, ആഖിറത്തിന്റെ ശിക്ഷയാകട്ടെ ഏറ്റവും കഠിനവും അതേപോലെ തന്നെ എന്നെന്നും നിലനിൽക്കുന്നതുമായിരിക്കും. അപ്പോ ഏതൊരുവനാണോ പാപം ചെയ്യുന്നത്, അള്ളാഹുവിനെ വഴിപ്പെടാത്തത്, അവന്റെ ജീവിതം ഇടുങ്ങിയതായിരിക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. അത് ദുനിയാവിലും ബർസഖിയായ ജീവിതത്തിലും ആഖിറത്തിലും. വഫുസ്സിറത്തിൽ മഈശത്തു അല്ലൻകു ബിഅദാബിൽ ഖബർ, ചില ഉലമാക്കൾ ഇവിടെ ഈ ഇടുങ്ങിയ ജീവിതം എന്നുള്ളതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഖബറിലെ ശിക്ഷയെ സംബന്ധിച്ചാണ്. ഖബറിൽ കുഫാറുകളായ ആളുകളെ, തിന്മ ചെയ്യുന്ന ആളുകളെ വെക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങളെ, വാരിയെല്ലുകൾ കോർത്തിണങ്ങുന്ന രീതിയിൽ എന്ത് ചെയ്യും? അവരെ ഞെരുക്കിക്കളയും എന്ന് സ്വഹീഹായ ഹദീസുകളിൽ കാണാം. ഇതാണ് എന്ന് ചില ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുകയാണ്, വലാ റൈബ അന്നഹു മിനൽ മഈശത്തി അല്ലൻകി, ഈ ഖബറിലെ ഇടുക്കം അത് ഈ ഇടുക്കം തന്നെയാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. എന്നാൽ വൽ ആയത്തു തതനാവലു മാ ഹുവ അഅമ്മു മിൻ, ഈ ആയത്ത് അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഈ ആയത്ത് അതിനേക്കാൾ വ്യാപകാർത്ഥമുള്ളതായ ഒന്നാണ്. വഇൻ കാനത് നകിറതൻ ഫീ സിയാഖിൽ ഇസ്ബാത്ത്, അത് ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇവിടെ ഇസ്ബാത്തിന്റെ സന്ദർഭത്തിൽ വന്നിരിക്കുന്ന നക്കിറ എന്താണ്? വ്യാപകാർത്ഥത്തെ നൽകുകയില്ല എന്നുള്ളതാണ്. ഭാഷാപരമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അങ്ങനെ ആണെങ്കിൽ പോലും എന്ത് ചെയ്യും? ഇവിടെ എന്ത് ചെയ്യും? ഈ ആയത്തിന് വ്യാപകമായ അർത്ഥം ലഭിക്കുന്നതാണ്. ഫഇന്ന ഉമൂമഹാ മിൻ ഹൈസുൽ മഅന, ഇത് വ്യാപകമായ അർത്ഥം നൽകും എന്നുള്ളത് അതിന്റെ ആശയവുമായി ബന്ധപ്പെട്ടതാണ്. ഫഇന്നഹു സുബ്ഹാനഹു റത്തബൽ മഈശത അൽദൻക അലൽ ഇഅറാദി അൻ ദിക്രി, അല്ലാഹു ഇടുങ്ങിയ ജീവിതത്തെ തർത്തീബ് ചെയ്തിരിക്കുന്നത് അത് അല്ലാഹു നൽകുന്നത് എന്തിന്റെ പേരിലാണ്? അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് ആരാണോ തിരിഞ്ഞു കളയുന്നത് അവർക്കാണ്. പരിശുദ്ധ ഖുർആനിനെ തൊട്ട്, ദീനിനെ തൊട്ട് തിരിഞ്ഞു കളയുന്ന ആളുകൾക്ക് അള്ളാഹു സജ്ജീകരിച്ചിരിക്കുന്ന ഒന്നാണ് ഇടുങ്ങിയ ജീവിതം. ഫൽ മുഅരിദു അൻഹു ലഹു മിൻ ലൻകിൽ മഈശതി ബിഹസബി ഇഅറാദി, അപ്പൊ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ഒരാൾ എത്രയധികം തിരിയുന്നുവോ, എത്രയധികം അതിനെ തൊട്ട് അകലം പാലിക്കുന്നുവോ, അതനുസരിച്ച് അവന്റെ ജീവിതം എന്തായിരിക്കും? ഇടുങ്ങിയതാകും. വഇൻ തനഅമ ഫിദ് ദുനിയാ ബിഅസ്നാഫിൻ നിഅം, അവൻ ദുനിയാവിൽ വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നുണ്ടെങ്കിലും ശരി, അവൻ വലിയ സാമ്പത്തിക ശേഷിയുള്ളവനായിരിക്കാം, ചിലപ്പോ ധാരാളം സന്താനങ്ങൾ ഉണ്ടാകാം, വലിയ ആൾബലമുണ്ടാകാം, വലിയ സ്വാധീനമുണ്ടാകാം, വലിയ അധികാരമുണ്ടാകാം, എത്രയൊക്കെ ഉണ്ടെങ്കിലും അവന്റെ ജീവിതം എന്തായിരിക്കും? ഇടുങ്ങിയതായിരിക്കും. അവന്റെ മനസ്സിന് എന്തുണ്ടാവുകയില്ല? സന്തോഷവും സമാധാനവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അവൻ എത്രയധികം ദീനിൽ നിന്ന് എന്ത് ചെയ്യുന്നുവോ, അകലം പാലിക്കുന്നുവോ, അതിനനുസൃതമായിട്ട് എന്ത് ചെയ്യും?
അവന്റെ ജീവിതം ഇടുങ്ങിയതായി തീരും. ഭാഗികമായി നോക്കുമ്പോൾ ചിലപ്പോൾ എന്തുണ്ടാകും, വലിയ പ്രൗഢി കാണാൻ സാധിക്കും. പക്ഷെ അവന്റെ ഹൃദയം എന്തായിരിക്കും? ഇടുങ്ങിയതായിരിക്കും, അസ്വസ്ഥത നിറഞ്ഞതായിരിക്കും. ഏത് വിഷയത്തിലാണെങ്കിലും എങ്ങനെയാണ്, എവിടെയാണോ ഒരു മനുഷ്യൻ ഓരോ ദിവസത്തെ ജീവിതത്തിലും അത് കാണാൻ സാധിക്കും. ഏത് ദിവസവും അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ അവൻ മുന്നിലാണോ എങ്കിൽ ആ ദിവസത്തിൽ സന്തോഷം ഉണ്ടാവും. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവൻ എന്തായിരിക്കും ആ ദിവസം എങ്കിൽ അവന്റെ മനസ്സെന്തായിരിക്കും? കുടുസായി മാറും. മനസ്സിൽ അസ്വസ്ഥതകൾ ഉണ്ടാകും, കുറ്റബോധം ഉണ്ടാകും, വലിയ ഇടുക്കം എന്ത് ചെയ്യാൻ പറ്റും? അവൻ അനുഭവിക്കാൻ സാധിക്കും. ഇത് ഏതൊരു വിഷയത്തിലും അതിന്റെ കുടുംബജീവിതത്തിൽ ഉണ്ടാകും, സാമ്പത്തിക മേഖലകളിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, അതുപോലെ തന്നെ അയൽവാസികളുമായിട്ടുള്ള ബന്ധത്തിൽ, കൂട്ടുകാരുമായിട്ടുള്ള ബന്ധത്തിൽ ഇതിലൊക്കെ എന്തുണ്ടാവും? വിള്ളലുകൾ ഉണ്ടാകും. അത് മുഖേന അവരുടെ മനസ്സിൽ പ്രയാസങ്ങളാണ്. തിന്മ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഇതുപോലുള്ള ഇടുക്കം അവനക്ക് അനുഭവപ്പെടുന്നത്. ഫഫീ ഖൽബിഹി മിനൽ വഹ്ഷ. അപ്പോ എത്രത്തോളം അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ഒരാൾ അകന്നു പോകുന്നുവോ അതിനനുസൃതമായി അവന്റെ ഹൃദയത്തിൽ ഒരു ഏകാന്തത അനുഭവപ്പെടും. വദ്ദുല്ലി, നിന്ദ്യത അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. വൽ ഹസറാത്ത്, പരാജയബോധവും കുറ്റബോധവുമെല്ലാം അവന്റെ ഹൃദയത്തെ പിടികൂടും. അല്ലത്തി തുഖത്തിഉൽ ഖുലൂബ്, ആ കാര്യങ്ങൾ അവന്റെ ഹൃദയത്തെ തന്നെ എന്ത് ചെയ്യുന്നതാണ്? മുറിച്ചില്ലാതെയാക്കി കളയുന്നതാണ്. ഹൃദയത്തെ ഇല്ലായ്മ ചെയ്ത് കളയുന്നതായ വേദനകൾ അവൻ അനുഭവിക്കും. വൽ അമാനിൽ ബാതുല, അതേപോലെ തന്നെ വ്യർത്ഥമായ ആശകൾ, ആഗ്രഹങ്ങൾ. വൽ അദാബിൽ ഹാദിരി മാഫി, അതിലേക്ക് വന്നെത്തുന്നതായ ശിക്ഷകൾ. വ ഇന്നമാ യുവാരിഹി, ഇതെല്ലാം എന്ത് ചെയ്യും? അനുഭവിച്ചുകൊണ്ടിരിക്കും. എന്നാൽ വ ഇന്നമാ യുവാരിഹി അൻഹു സകറാത്തു ഷഹവാതി വൽ ഇഷ്ഖി വ ഹുബ്ബിദ് ദുനിയ വൽ റിയാസ. ഈ ദിക്റിൽ നിന്ന് അവനെ എന്ത് ചെയ്യുന്നത്? മറച്ചു വച്ചിരിക്കുന്നത്. ഇത് അവന്റെ എന്താണ്? ഷഹ്വാത്തുകളോടുള്ളതായ അതിന്റെ ലഹരിയാണ്. മനസ്സിന്റെ ഇച്ഛകൾക്ക് ഒരു ലഹരി ഉണ്ടെന്നാണ്. ഇത് എന്ത് ചെയ്തിരിക്കുകയാണ്? ഇവന്റെ ഈ പറയുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിനെ സംബന്ധിച്ച് അവനെ അശ്രദ്ധനാക്കി കളഞ്ഞിരിക്കുകയാണ്, അതിന് മറയിട്ടിരിക്കുകയാണ്. അതേപോലെ ദുനിയാവിനോടുള്ള അവന്റെ സ്നേഹം, ഇഷ്ടം, അധികാരത്തോടുള്ളതായ അവന്റെ ഇഷ്ടം, ഇതെല്ലാമാണ് അവന്റെ മുന്നിൽ എന്ത് ചെയ്തിരിക്കുന്നത്? മറസ്ഥാപിച്ചിരിക്കുന്നത്. അവന് മദ്യം കുടിച്ചതിന്റെ ലഹരി ഒന്നുമില്ലെങ്കിൽ പോലും, മദ്യം പോലെ തന്നെ ലഹരിയുള്ള ഒന്നാണെന്ത്? ദുനിയാവിനോടുള്ള സ്നേഹം, അധികാരത്തോടുള്ള സ്നേഹം, അതിനോടുള്ളതായ ഇഷ്ടം, ആർത്തി, ഇതെല്ലാം ഒരു ലഹരിയാണെന്നുള്ളതാണ്. മദ്യമൊന്നും കുടിച്ചിട്ടില്ല എങ്കിലും എന്താണ്? ഇത് അവനൊരു ലഹരിയായിട്ട് അവന്റെ മനസ്സിൽ കിടക്കും. ഫസുക്കുറു ഹാദിഹിൽ ഉമൂരി അഅ്ളമു മിൻ സുക്രിൽ ഖംർ. എന്നല്ല, ഒരാൾ മദ്യപിച്ചാൽ ഉണ്ടാകുന്ന ലഹരിയേക്കാൾ ഗുരുതരമാണെന്ത്? ഈ പറയുന്ന കാര്യങ്ങൾ അവന്റെ ഹൃദയത്തിന് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, അധികാരബോധവും അതുപോലെ തന്നെ ഷഹവാത്തുകളോടുള്ള ഇച്ഛകളോടുള്ള അവന്റെ ഇഷ്ടവും ദുനിയാവിനോടുള്ള സ്നേഹവും അവന്റെ ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഖേന ഉണ്ടാകുന്ന ലഹരി ഒരാൾ മദ്യപിച്ചാൽ ഉണ്ടാകുന്ന ലഹരിയേക്കാൾ എന്താണ്? വലുതാണ്. കാരണം എന്താണ്? ഫഇന്നഹു യഫീഖു സാഹിബുഹു വയസ്ഹു. ഒരാൾ മദ്യപിച്ചാൽ ആ മദ്യപിച്ച ആൾ എന്ത് ചെയ്യും? അവന്റെ മദ്യത്തിന്റെ കെട്ട് ഇറങ്ങിപ്പോകും ഇടക്ക്. അതിന്റെ ഒരു പരിധി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ ആ അവസ്ഥയിൽ നിന്ന്, ലഹരിയിൽ നിന്ന് അവൻ മോചിതനാകും. ആ സമയത്ത് അവനക്ക് കുറ്റബോധം തോന്നും. അവൻ ചിലപ്പോൾ എന്ത് ചെയ്യും? പാപമോചനം തേടിയേക്കാം, അവൻ അട്ടഹസിച്ചേക്കാം, അവൻ കുറ്റബോധം ഉണ്ടായേക്കാം. എന്നാൽ വസുക്റുൽ ഹവാ വഹുബ്ബിദ് ദുനിയ, അവന്റെ ഹവയോടുള്ളതായ ഇഷ്ടം, അത് മുഖേന ഉണ്ടാകുന്ന ലഹരി, ദുനിയാവിനോടുള്ള സ്നേഹം കൊണ്ടുണ്ടാകുന്ന ലഹരി, അത് ലാ യസ്ഹു സാഹിബുഹു ഇല്ലാ ഇദാ കാന സാഹിബുഹു ഫി അസ്കരിൽ അംവാത്. അതെന്ത് ചെയ്യൂല? അതിങ്ങനെ നിലനിൽക്കും. അവൻ കുറ്റബോധം ഉണ്ടാവുകയില്ല, അവൻ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുകയില്ല. എപ്പോ മാത്രമാണ് അവൻ ബോധം ഉണ്ടാകുന്നത്? ഈ ഒരു ലഹരിയിൽ നിന്ന് അവൻ ഉണരുന്നത് മലക്കൽ മൗത്ത് വരുന്ന സമയത്തായിരിക്കും. മലക്ക് അവന്റെ റൂഹ പിടിക്കാൻ വരുമ്പോൾ എന്ത് ചെയ്യുള്ളൂ? ഇവന് ബോധം ഉണ്ടാവുകയുള്ളൂ. അപ്പോഴാണ് അവൻ ചിന്തിക്കുന്നത്, സ്വതക്ക ചെയ്യാമായിരുന്നു, നന്മകൾ ചെയ്യാമായിരുന്നു, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാമായിരുന്നു, ആ കൂട്ടുകാരെ, ചീത്ത കൂട്ടുകാരെ ഉപേക്ഷിക്കാമായിരുന്നു, നല്ല കൂട്ടുകാരോടൊപ്പം ചേരാമായിരുന്നു. ഈ ബോധം ഉണ്ടാകുന്നപ്പോഴായിരിക്കും? മരണത്തിന്റെ സന്ദർഭത്തിൽ മാത്രമായിരിക്കും. മദ്യപിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഉടനെ അതിന്റെ കെട്ടുമാറിയേക്കാം, അപ്പൊ അവൻ തൗബ ചെയ്തേക്കാം. പക്ഷെ ഈ പറയുന്ന ലഹരി അതിങ്ങനെ നിലനിൽക്കുന്നതാണ്. മരണമായിരിക്കും അവൻ എന്ത് ചെയ്യുന്നത്? അതിൽ നിന്ന് ഉണർത്തുന്നത്. അതുകൊണ്ട് ഇതാണ് ഏറ്റവും അപകടം പറഞ്ഞ് പിടിച്ചിരിക്കുന്ന ലഹരി എന്നാണ് ഇമാം അവറുകൾ പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഫൽ മഈശത്തു ളൻഖു
ലാസിമത്തുൻ ലിമൻ അഅറദ അൻ ദിക്രില്ലാഹ് അല്ലദീ അൻസല അലാ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ദുനിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അല്ലാഹു ഇറക്കിയിരിക്കുന്ന അല്ലാഹുവിന്റെ ദിക്ർ, പരിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, ദീൻ, അതിനെ തൊട്ട് തിരിഞ്ഞു കളയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഇടുക്കം അത് നിർബന്ധമാണ്. അവന്റെ ജീവിതത്തിൽ ഈ ഇടുക്കം ഉണ്ടായിരിക്കും, നിർബന്ധമായിട്ടും അവൻ എന്ത് ചെയ്യും, അത് അനുഭവിക്കും. അതേപോലെ തന്നെ വഫിൽ ബർസഖ്, ദുനിയാവിലും അനുഭവിക്കും, വഫിൽ ബർസഖ്, ഖബറിന്റെ ജീവിതത്തിലും, വയൗമ മആദി, നാളെ ആഖിറത്തിൽ എന്തുണ്ടാകും, ഈ ഒരു ഇടുക്കം അവന് ഉണ്ടാകും. വലാ തഖറു അൽ ഐൻ, അത് മുഖേന അവന്റെ കണ്ണിന് എന്തുണ്ടാവുകയില്ല, കുളിർമ ഉണ്ടാവുകയില്ല, സന്തോഷം അവനക്ക് ഉണ്ടാവുകയില്ല. വലാ യഹ്ദഉൽ ഖൽബ്, ഹൃദയത്തിന് ഒരു അടക്കം ഉണ്ടാവുകയില്ല, സമാധാനം ഉണ്ടാവുകയില്ല. വലാ തത്മഇന്നു നഫ്സു ഇല്ലാ ബി ഇലാഹിഹ, ഒരു മനുഷ്യന്റെയും മനസ്സ് ശാന്തി അടയുകയില്ല അതിന്റെ ഇലാഹിനെ കൊണ്ടല്ലാതെ. ഏതൊരു മനുഷ്യന് മനസ്സിന് സമാധാനം ഉണ്ടാകണോ, ആ ഹൃദയത്തെ സൃഷ്ടിച്ച മനുഷ്യരുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. അവന്റെ ദിക്റിലൂടെ, അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിന്റെ ദിക്റിലൂടെ മാത്രമേ ഒരാൾക്ക് എന്ത് ചെയ്യുള്ളൂ, സമാധാനം കിട്ടുകയുള്ളൂ. എന്നാൽ പാപം ചെയ്യുമ്പോൾ അത് മുഖേന ഇടുക്കമാണ് ഉണ്ടാകുന്നത്, അത് അവന്റെ ഹൃദയത്തിന് സമാധാനമേവുകയില്ല. അതേപോലെ തന്നെ കണ്ണിന് കുളിർമയുണ്ടാവുകയില്ല. അപ്പോ അള്ളാഹുവിനെ കൊണ്ടും അവന്റെ സൃഷ്ടാവായ ഇലാഹായ മഅബൂദായ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ ഹൃദയത്തിന് സമാധാനം ഉണ്ടാവുകയുള്ളൂ. അല്ലദീ ഹുവ ഹഖ്കുൻ, അവനാണെന്ത്, ഹക്കായവൻ. വകുല്ലു മഅബൂദിൻ സിവാഹു ബാത്തുലുൻ, അതല്ലാത്ത സകല ആരാധ്യരും ബാത്തുലുകളാണ്, നിരർത്ഥകങ്ങളാണ്. ഫമൻ ഖററത് ഐനുഹു ബില്ലാഹ് ഖററത് ബിഹി കുല്ലു ഐൻ, ഏതൊരുവനാണോ അള്ളാഹുവിനെ കൊണ്ട് കണ്ണിന് കുളിർമയുള്ളവനായി മാറുന്നവൻ, അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് ഹൃദയത്തിൽ സന്തോഷമുണ്ടാകുന്നവൻ ആരാണോ, കണ്ണിനെ കുളിർപ്പിക്കുന്നവൻ ആരാണോ, സകല വസ്തുക്കളും എന്ത് ചെയ്യും, അവനെ കണ്ടിട്ട് കൺകുളിർമയുള്ളവരാകും. എന്നാൽ വമൻ ലം തഖറ ഐനുഹു ബില്ലാഹ്, ഏതൊരുവന് അള്ളാഹുവിനെ കൊണ്ട് ഹൃദയത്തിൽ കണ്ണിന് കുളിർമ ഉണ്ടാകുന്നില്ലയോ, തഖത്തഅത് നഫ്സുഹു അലദ് ദുനിയ ഹസറാത്തിൻ, അവന്റെ നഫ്സ് എന്ത് ചെയ്യും, ഛിന്ന ഭിന്നമായി പോകും, മുറിഞ്ഞ് ഇല്ലാതെയായി പോകും. അവൻ ഖേദങ്ങൾ കൊണ്ട്, ദുഃഖങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും, അവന്റെ ദുനിയാവ് നഷ്ടപ്പെട്ട് പരാജയപ്പെട്ടു പോകുന്നതാണ്. വല്ലാഹു തആല ഇന്നമാ ജഅലൽ ഹയാത ത്വയ്യിബത ലിമൻ ആമന ബിഹി വഅമില സ്വാലിഹാ, അല്ലാഹു ദുനിയാവിലെ ജീവിതത്തിന്റെ സന്തോഷം, അതിന്റെ രസം നിശ്ചയിച്ചിരിക്കുന്നത് ഈമാനും അമലു സ്വാലിഹാത്തുള്ളവർക്കാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈമാൻ ആർക്കാണ് ഉള്ളത്, അമലു സ്വാലിഹാത്ത് ആർക്കാണ് ഉള്ളത്, അവർക്ക് എന്തുള്ളൂ, ഹയാത്തുൻ ത്വയ്യിബ, പരിശുദ്ധമായ സുഖകരമായ സമാധാനത്തോടെയുള്ള ജീവിതം അവർക്കാണുള്ളൂ. കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞതുപോലെ, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, വിശ്വാസം ഉൾക്കൊണ്ടവനായ നിലയിൽ ഏതൊരുവനാണോ, ആണാകട്ടെ പെണ്ണാകട്ടെ, അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്നത്, വിശ്വാസമുണ്ട്, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, സ്വാലിഹായ അമലുകൾ ചെയ്യുന്നു, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, ഫലനുഹയ്യിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, നാം നിശ്ചയമായും അവന് ത്വയ്യിബായ ഏറ്റവും പരിശുദ്ധമായ ജീവിതം കൊടുക്കുന്നതാണ്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവരുടെ അമലുകൾ എങ്ങനെയുള്ളതായിരുന്നോ അതിനേക്കാൾ നല്ല രീതിയിലുള്ള പ്രതിഫലം എന്ത് ചെയ്യും, ആഖിറത്തിൽ നാം അവർക്ക് കൊടുക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു പറയുകയാണ്. അപ്പോ ഇത് കിട്ടുന്നത് ആർക്കാണോ ഈമാൻ ഉള്ളത്, സൽപ്രവർത്തികൾ ഉള്ളത്, അവർക്കാണ്. ഈമാൻ ഉള്ളവരെയും സൽപ്രവർത്തിയുള്ളവരെയും അതല്ലാത്തവരുമായിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റൂല, താരതമ്യം ചെയ്യാൻ പറ്റുകയില്ല. ഒരു കാരണവശാലും അവർ ഒന്നായിത്തീരുകയില്ല. മുജ്രിമീങ്ങളും മുസ്ലിമീങ്ങളും രണ്ടാണ്, അവർ ഒരിക്കലും എന്താവില്ല, ഒന്നാണെന്ന് പറയാൻ പറ്റൂല. പല ആളുകളും ഒന്നിച്ച് കൂട്ടിക്കെട്ടാനുള്ള ശ്രമത്തിലാണ്. ആദമിന്റെ മക്കളാണ് എല്ലാവരും, ഹവ്വയുടെ മക്കളാണ് എല്ലാവരും, അതുകൊണ്ട് എല്ലാവരും ഒന്നാണ്, എല്ലാവരും പരസ്പരം എന്താണ്, ഒറ്റക്കെട്ടായിട്ട് പോകേണ്ട ആൾക്കാരാണ് എന്നുള്ള തെറ്റായ ധാരണ എന്ത് ചെയ്യുന്നത് സമൂഹത്തിൽ വളരെയധികം വ്യാപകമായി കോടികളും ലക്ഷങ്ങളും മുടക്കി പ്രചരിപ്പിക്കുന്ന ഒരു ആശയമാണ്. അള്ളാഹു ഒരിടത്തും പറഞ്ഞിട്ടില്ല ആദമിന്റെ മക്കൾ നിങ്ങൾ ഒരേ പിതാവിന്റെയും ഒരേ മാതാവിന്റെയും മക്കളാണ്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സ്വർഗത്തിലാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിടത്തും ഇല്ല. നിങ്ങൾ ആദമിന്റെയും ഹവ്വയുടെയും മക്കളാണ്, വ്യത്യസ്ത ഗോത്രങ്ങളും വ്യത്യസ്ത വർണ്ണത്തിലും വ്യത്യസ്ത ഭാഷയിലുമായത് തിരിച്ചറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആദരണീയരാര് മാത്രമേ ഉള്ളൂ? തഖ്വയുള്ളവരെ മാത്രമേ ഉള്ളൂ.
ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. അതല്ലാത്തവർ ആദമിന്റെ മക്കളാണ് എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യൂല, രക്ഷപ്പെടുമെന്നുള്ള തെറ്റായ വളരെ മോശപ്പെട്ട ചിന്താഗതി കോടികൾ മുടക്കിയിട്ടാണ് എന്ത് ചെയ്യണത്, ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ അപകടം പിടിച്ചിരിക്കുന്ന ഒരു പ്രചരണവുമാണ്. അതുകൊണ്ട് മുസ്ലിമും എന്താവൂല, കാഫിറും തുല്യമാണെന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. മുസ്ലിമും ഈമാനും അതേപോലെ തന്നെ ഇസ്ലാമും അമലു സാലിഹാത്തുകളും ഏതൊരു സമ്മേളിച്ചിരിക്കുന്നത് അവനാണ് ത്വയ്യിബത്തായ ജീവിതമുള്ളത്. ഫദമിന ലിഅഹ്ലിൽ ഈമാനി വൽ അമലി സ്വാലിഹി അൽ ജസാഅ ഫിദ് ദുനിയ ബിൽ ഹയാത്തി ത്വയ്യിബ. അപ്പോ ആർക്കാണോ ഈമാൻ ഉള്ളത്, സൽപ്രവർത്തികൾ ഉള്ളത്, അവന് ദുനിയാവിൽ തന്നെ അള്ളാഹു പ്രതിഫലം കൊടുക്കും. എങ്ങനെ? നല്ല ജീവിതം കൊടുത്തുകൊണ്ട്. വൽ ഹുസ്ന യൗമൽ ഖിയാമ, ഹുസ്നയും കൊടുക്കും. അതെപ്പോഴാണ്? അത് ഖിയാമത്ത് നാളില്. ഹുസ്ന സ്വർഗമാണ് ഉദ്ദേശിക്കുന്നത്. സ്വർഗം അള്ളാഹു അവർക്ക് കൊടുക്കും, അത് ഖിയാമത്ത് നാളിലാണ്. ഫലഹും അത്യബുൽ ഹയാത്തൈൻ, അപ്പൊ അവർക്ക് ഏറ്റവും ശുദ്ധമായ രണ്ട് ജീവിതമുണ്ട്. വഹും അഹ്യാഉൻ ഫിദ്ദാറൈൻ, ദുനിയാവിലും ആഖിറത്തിലും അവരെന്താണ്? യഥാർത്ഥത്തിൽ ജീവനുള്ളവരാണ്. യഥാർത്ഥത്തിലുള്ള ജീവൻ എന്ന് പറയുന്നത് സന്തോഷത്തോടെയുള്ള ജീവിതമാണ്. അതല്ലാത്തവരെന്തായിരിക്കും? ജീവിക്കുന്നുണ്ടെങ്കിലും മരണപ്പെട്ട ചത്തുപോയ ജീവിതമായിരിക്കും നയിക്കുന്നത് എന്നർത്ഥം. വനദീറു ഹാദാ ഖൗലുഹു തആല, ഇതിനുള്ള ഉദാഹരണമാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ ആയത്ത് ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയാ ഹസന, നന്മ ചെയ്യുന്നതായ ആളുകൾക്ക് ഈ ലോകത്ത് തന്നെ എന്ത് ചെയ്യും? അള്ളാഹു പ്രതിഫലം കൊടുക്കും, നന്മ കൊടുക്കും. വലദാറുൽ ആഖിറതി ഖൈറുൻ, എന്നാൽ ആഖിറമാകട്ടെ അതിനേക്കാൾ ഖൈറായാണ്. വലനിഅമദാറുൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് എത്രയോ നല്ല ഭവനമാണ്. അപ്പോ ആരാണോ ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളവൻ, ദുനിയാവിൽ അവനക്ക് പ്രതിഫലമുണ്ട്, നല്ല ത്വയ്യിബത്തായ ജീവിതം കൊടുക്കും. ആഖിറത്തിൽ അതിനേക്കാൾ ഉപരിയായിട്ടുള്ളതായ ജീവിതം കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ വനദീറുഹാ ഖൗലുഹു തആല, വീണ്ടും അതിന് ഉദാഹരണമാണ് അല്ലാഹുവിന്റെ വാക്ക് വഅനിസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി യുമത്തിഉകും മതാഅൻ ഹസന ഇലാ അജലിൻ മുസമ്മ. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നിങ്ങൾ ചെയ്തു കൊള്ളുക, തൗബ ചെയ്തു മടങ്ങിക്കൊള്ളുക. അല്ലാഹു എന്ത് ചെയ്യും? ഒരു അജൽ വരെയും, ദുനിയാവിൽ ഒരു അവധി വരെയും, നിങ്ങളുടെ മരണം വരെയും എന്ത് ചെയ്യും? നിങ്ങൾക്ക് നല്ല നല്ല ജീവിതം നൽകുന്നതാണ്. വയുഅ്തി കുല്ലദി ഫദ്ലിൻ ഫദ്ല, ഏതൊരു ഫദ്ലിനും നന്മയ്ക്കും എന്ത് ചെയ്യും? അള്ളാഹു പ്രതിഫലമായിട്ട് എന്ത് ചെയ്യും? വേറെ നല്ല പ്രതിഫലം നൽകുന്നതാണ്. അപ്പൊ ദുനിയാവിൽ എന്തുണ്ട്? നല്ല ജീവിതം അള്ളാഹുവിന്റെ പ്രതിഫലമാണ്. ആഖിറത്തിൽ എന്തുണ്ട്? അള്ളാഹു സ്വർഗവും അങ്ങനെയുള്ള ആളുകൾക്ക് നൽകുന്നതാണ്. ഫഫാസൽ മുത്തഖൂനൽ മുഹ്സിനൂന ബിനഈമിദ് ദുനിയ വൽ ആഖിറ, അതുകൊണ്ട് മുത്തഖീങ്ങളായ ആളുകൾ, മുഹ്സിനീങ്ങളായ ആളുകൾ എന്ത് ചെയ്യും? ദുനിയാവിലെയും ആഖിറത്തിലെയും അനുഗ്രഹങ്ങൾ കൊണ്ട് വിജയിക്കും. വഹസലു അലൽ ഹയാത്തി ത്വയ്യിബത്തി ഫിദ്ദാറൈൻ, ഇരു വീട്ടിലും അവരെന്ത് ചെയ്യും? നല്ല ജീവിതം കരസ്ഥമാക്കും. ഫഇന്ന ത്വയ്യിബൻ നഫ്സി, നഫ്സിന്റെ സന്തോഷമെന്നാൽ, നന്മയെന്നാൽ, വസുറൂറൽ ഖൽബി വഫറഹഹു, ഹൃദയത്തിന്റെ സന്തോഷവും അതിന്റെ ആഹ്ലാദവും എന്നത്, വലദ്ദതഹു അതിന്റെ രസം, വബ്തിഹാജഹു വതുമഅനീനതഹു അതിന്റെ സന്തോഷം, അതിന്റെ സമാധാനം, വൻഷിറാഹഹു വനൂറഹു അതിന്റെ വിശാലത, അതിന്റെ പ്രകാശം, അതേപോലെ വസഅതഹു വആഫിയതഹു ഹൃദയത്തിനുണ്ടാകുന്ന വിശാലത, അതിന്റെ സൗഖ്യം, ഇതെല്ലാം ലഭിക്കുന്നത് എപ്പോഴാണ്? മിൻ തർക്കി ഷഹവാത്തിൽ മുഹറമ, നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്ന ഷഹവാത്തുകളെ ഉപേക്ഷിക്കുന്നതിലൂടെയാണ്. അതായത് തിന്മകളെ ഉപേക്ഷിക്കുന്നതിലൂടെയാണ്. തിന്മ ആരാണ് ഉപേക്ഷിക്കുന്നത്, അപ്പോഴാണ് ഈ പറയപ്പെട്ടിരിക്കുന്ന സമാധാനവും സന്തോഷവും ലഭിക്കുന്നത്. വശുബ്ഹാത്തിൽ ബാത്തില, അതേപോലെ തന്നെ ബാത്തിലായ ശുബ്ഹാത്തുകളുണ്ട്, ആശയക്കുഴപ്പങ്ങളുണ്ട്. ഷിർക്ക് പോലെ, കുഫ്ർ പോലെ, ബിദ്അത്ത് പോലെ അങ്ങനെയുള്ളതായ ആശയക്കുഴപ്പങ്ങൾ, തിന്മകൾ, അതിനെയും വെടിയുന്നതിലൂടെയാണ്. ഹുവൻ നഈമു അലൽ ഹഖീഖ, ഇങ്ങനെ ഇതെല്ലാം ഒഴിവാക്കി ജീവിക്കുന്ന ജീവിതത്തിനാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? അനുഗ്രഹം എന്ന് പറയുന്നത്. വലാ നിസ്ബത ലിനഈമിൽ ബദനി ഇലൈ, അതിന് ശരീരത്തിന്റെ അനുഗ്രഹങ്ങളുമായിട്ട് ബന്ധമല്ല. ചിലപ്പോൾ അവൻ വലിയ പ്രയാസം നേരിടുന്നുണ്ടാകും, ചിലപ്പോൾ വലിയ ദാരിദ്ര്യം നേരിടുന്നുണ്ടാകും, ചിലപ്പോൾ വലിയ അക്രമങ്ങൾ നേരിടുന്നുണ്ടാകും, ആക്ഷേപങ്ങൾ നേരിടുന്നുണ്ടാകും, വലിയ പ്രയാസത്തിലൂടെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. പക്ഷെ അപ്പോഴെന്തായിരിക്കും? അവന്റെ ഹൃദയം മുത്മഇന്നായിരിക്കും, സന്തോഷമുള്ളതായിരിക്കും, സമാധാനം നിറഞ്ഞതായിരിക്കും. ഫഖദ് കാന യഖൂലു ബഅദു മൻ ദാഖ ഹാദിഹിൽ ലദ്ദ, ഈ രുചി ആസ്വദിച്ച
ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ലൗ അലിമൽ മുലൂകു വ അബ്നാഉൽ മുലൂകി, രാജാക്കന്മാർ അറിഞ്ഞിരുന്നുവെങ്കിൽ, രാജപുത്രന്മാർ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ നഹ്നു ഫീഹി, നാം ഏതൊന്നിലാണോ ഉള്ളത് അതിനെ സംബന്ധിച്ച്, നാം അനുഭവിക്കുന്ന സന്തോഷത്തെക്കുറിച്ച്, അതിന്റെ ആഹ്ലാദത്തെക്കുറിച്ച്, രുചിയെക്കുറിച്ച് അവരെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ ലജാലദൂന അലൈഹി ബിസ്സുയൂഫ്, അത് കരസ്ഥമാക്കാൻ നമുക്കെതിരെ അവർ വാളെടുത്ത് പൊരുതുമായിരുന്നു. നമ്മുടെ മനസ്സിന്റെ സന്തോഷം എന്താണെന്ന് അവർക്കറിയാമായിരുന്നെങ്കിൽ അത് നേടിയെടുക്കാൻ നമ്മളോട് അവർ യുദ്ധം ചെയ്യുമായിരുന്നു എന്നെന്ത് ചെയ്തിട്ടുണ്ട്, സലഫുകൾ പറഞ്ഞിട്ടുണ്ട്. വഖാല ആഖർ, വേറെ ചില ആളുകൾ പറഞ്ഞു, ഇന്നഹു ലയമുറു ബിൽ ഖൽബി ഔഖാതുൻ അഖൂലു ഫീഹാ, ഹൃദയത്തിൽ ചിലപ്പോൾ ചില സമയങ്ങൾ ഉണ്ടാവും, ചില സമയങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ കടന്നു വരും. ആ സമയത്ത് ഞാൻ പറയും, ഇൻകാന അഹ്ലുൽ ജന്നതി ഫീ മിസ്ലി ഹാദാ, സ്വർഗത്തിലുള്ള ആളുകൾ ഇതേപോലുള്ള ഒരു ആസ്വാദനത്തിലാണ്, സന്തോഷത്തിലായിരുന്നുവെങ്കിൽ, ഇന്നഹും ലഫീ ഐഷിൻ ത്വയ്യിബിൻ, അവർ വളരെ സുഭിക്ഷമായ വളരെ സന്തോഷമുള്ള ജീവിതത്തിലായിരിക്കും. അതായത് ദുനിയാവിൽ തന്നെ ചില മനസ്സിന്റെ സന്തോഷം നേരിടുന്ന സമയത്ത് സലഫുകളിൽപ്പെട്ട ആളുകൾ പറയുകയാണ്, ഇങ്ങനെയാണ് സ്വർഗത്തിലുള്ള ആളുകളുടെ സന്തോഷമെങ്കിൽ അത് എത്ര നല്ല ജീവിതമായിരിക്കും എന്ന് എന്ത് ചെയ്യും, ദുനിയാവിൽ അത് അനുഭവിച്ച ആൾക്കാർ പറയും. അപ്പൊ പിന്നെ ആഖിറത്തിൽ സ്വർഗത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അതേപോലെ തന്നെ വഖാല ആഖർ, വേറെ ചില ആളുകൾ പറഞ്ഞു, ഇന്ന ഫിദ് ദുനിയാ ജന്ന, തീർച്ചയായും ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട്. ഹിയ ഫിദ് ദുനിയാ കൽ ജന്നതി ഫിൽ ആഖിറ, ആഖിറത്തില് സ്വർഗത്തെ പോലെയാണ് ദുനിയാവിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത്, ഈ പറയുന്ന സ്വർഗം. ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട്, ആഖിറത്തിലെ സ്വർഗം പോലെ തന്നെയാണ് ദുനിയാവിന്റെ ആളുകൾക്ക് ആ സ്വർഗം. ഫമൻ ദഖലഹാ ദഖല തിൽകൽ ജന്ന, ആരാണോ ഈ ദുനിയാവിലുള്ള സ്വർഗത്തിൽ പ്രവേശിച്ചവൻ അവൻ എന്ത് ചെയ്തിരിക്കുന്നു, ആഖിറത്തിലെ സ്വർഗത്തിലും പ്രവേശിക്കും. വമൻ ലം യദ്ഖുൽഹാ, ദുനിയാവിലെ സ്വർഗത്തിൽ ആര് പ്രവേശിക്കുന്നില്ലയോ, ലം യദ്ഖുൽ ജന്നത്തുൽ ആഖിറ, ആഖിറത്തിലെ സ്വർഗത്തിൽ ഒന്നും ചെയ്യാൻ പറ്റൂല, അവന് പ്രവേശിക്കാൻ പറ്റുകയില്ല എന്ന് ചില ആളുകൾ പറഞ്ഞതായി ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ പറയുകയാണ്. ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്നതാണത്. വഖദ് അഷാറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹാദിഹിൽ ജന്നത ബിഖൗലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വർഗത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വിരൽ ചൂണ്ടിയത് കാണാൻ സാധിക്കും. ഇദാ മറർതും ബിരിയാദുൽ ജന്നതി ഫർതഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിന്റെ തോട്ടങ്ങളുടെ അരികിലൂടെ നടന്നു പോയാൽ അതിൽ നിങ്ങൾ ഒന്ന് മേഞ്ഞു നടക്കുക എന്ന് പറഞ്ഞു. സ്വഹാബികൾ ചോദിച്ചു, വമാ റിയാദുൽ ജന്ന, സ്വർഗത്തിലെ റിയാദുകൾ ഏതാണ് നബി എന്ന് ചോദിച്ചപ്പോ ഹലഖു ദിക്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റിന്റെ മജ്ലിസുകളാണ്, ദിക്ർ പറയുന്ന, അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്ന, ഇൽമ പഠിപ്പിക്കുന്ന മജ്ലിസുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ ഇൽമ യഥാവിധം ഒരാൾ കരഗതമാക്കിയാൽ അവന് സ്വർഗീയ അനുഭൂതി എന്ത് ചെയ്യും, ലഭിക്കുമെന്നാണ്. ഇൽമിന്റെ മജ്ലിസുകൾ അത് വലിയ മഹത്വമുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം വേറെയും ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നതായിട്ട് കാണാൻ സാധിക്കും. പള്ളികളിൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്ത് ഇൽമ പഠിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സുകളിലേക്ക് എന്ത് ചെയ്യും, മലായിക്കത്ത് ഇറങ്ങി വരും. അവർ അവർക്ക് ചിറക് വിരിച്ചു കൊടുക്കും. ഒന്നാം ആകാശം വരെയും ഇങ്ങനെ ദൈർഘ്യമായ നിലയിൽ മലായിക്കത്ത് അണിനിരക്കും. അവർക്ക് അള്ളാഹു സക്കീനത്ത് കൊടുക്കും, ശാന്തി കൊടുക്കും, റഹ്മത്ത് കൊടുക്കും. അള്ളാഹുവിന്റെ അടുക്കലുള്ള മലായിക്കത്തിനോട് അവരെ കുറിച്ച് പറഞ്ഞ് അള്ളാഹു അഭിമാനിക്കും എന്നെല്ലാം ഹദീസുകളിൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പള്ളികളിൽ ഇശാ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുകൾക്ക് എന്തുണ്ട്, വലിയ ശ്രേഷ്ഠത ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി ആകാശത്തിന്റെ വാതിലുകൾ തുറക്കുമെന്ന് സ്വഹീഹായ ഹദീസിൽ കാണാം. അവരെ കുറിച്ച് അള്ളാഹു എന്ത് ചെയ്യും, പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ അത് സ്വർഗത്തിലെ എന്താണ്, റിയാദുൽ ജന്നയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. വീണ്ടും കാണാം, മാ ബൈന ബൈതി വ മിംബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ മിമ്പറിന്റെയും എന്റെ വീടിന്റെയും ഇടയിലുള്ള ഭാഗം സ്വർഗത്തിലുള്ള തോട്ടങ്ങളിൽ ഒരു തോട്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോ ഇതെല്ലാം തന്നെ എന്താണ്, അനുഭവിക്കുക എന്നുള്ളത് സ്വർഗീയ അനുഭൂതി ലഭിക്കുന്ന കാര്യമാണ്. അതാണ് യഥാർത്ഥത്തിൽ ജീവിതം സന്തുഷ്ടമാണോ എന്നുള്ളതിന്റെ മാനദണ്ഡം. ഒരാളുടെ ജീവിതം സന്തോഷമുള്ളതാണോ എന്നുള്ളതിന്റെ മാനദണ്ഡം എന്തല്ല, സമ്പത്തോ അല്ലെങ്കിൽ വാഹനങ്ങളോ അതല്ലെങ്കിൽ സന്താനങ്ങളോ അല്ലെങ്കിൽ പദവികളോ
ഇതൊന്നുമല്ല മാനദണ്ഡം. മാനദണ്ഡം ഒരാളുടെ മനസ്സിന് സന്തോഷമുണ്ടോ എന്നുള്ളതാണ്. അത് കരഗതമാക്കണമെങ്കിൽ ഏകമാർഗമേ ഉള്ളൂ, ഈമാനും അമലു സ്വാലിഹാത്തും എന്നുള്ളതാണ്. വലാ തദുന്നു അന്ന ഖൗലഹു തആല, വീണ്ടും ഇമാം അവറുകൾ പറയുകയാണ്, നീ ധരിക്കേണ്ടതില്ല, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, ഇന്നൽ അബ്റാറ ലഫീ നഈം, തീർച്ചയായും നന്മ ചെയ്യുന്ന ആളുകൾ അവർ വലിയ അനുഗ്രഹങ്ങളിലായിരിക്കും. വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം, തിന്മ ചെയ്യുന്ന ആളുകൾ നരകത്തിലായിരിക്കും, ജഹീമിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് മുഖ്തസ്സും ബിയൗമിൽ മആദി ഫഖത്ത്, നാളെ ആഖിറത്തിൽ ഉള്ള കാര്യം മാത്രമാണ് എന്ന് നീ കരുതണ്ട. നന്മ ചെയ്യുന്ന ആളുകൾ അനുഭൂതിയിലും അനുഗ്രഹങ്ങളിലുമായിരിക്കും. അത് സ്വർഗത്തിൽ അനുഗ്രഹം മാത്രമല്ല. തിന്മ ചെയ്യുന്ന ആളുകൾ നരകത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ അത് ആഖിറത്തിൽ നരകവും മാത്രമാണെന്ന് എന്ത് ചെയ്യണ്ട, നീ വിചാരിക്കേണ്ടതില്ല. ബൽ ഹഉലാഇ ഫീ നഈമിൻ ഫീ ദൂരിഹിം സലാസ, എന്നാൽ ഇത് അവന്റെ 3 വീട്ടിലുമുള്ളതായ അവസ്ഥയാണ്. ദുനിയാവിലും ബർസഖിലും ആഖിറത്തിലും എന്താണ്, നന്മ ചെയ്യുന്നവൻ അനുഗ്രഹങ്ങളിലായിരിക്കും, തിന്മ ചെയ്യുന്നവൻ നരകത്തിലായിരിക്കും. വഹഉലാഇ ഫീ ജഹീമിൻ ഫീ ദൂരിഹിം സലാസ, നന്മ ചെയ്യുന്ന ആളുകൾ 3 വീടുകളിലും അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങളിലായിരിക്കും. തിന്മ ചെയ്യുന്ന ആളുകൾ ഈ 3 വീടുകളിലും വലിയ അദാബിലുമായിരിക്കും. വഅയ്യു ലദ്ദത്തിൻ വനഈമിൻ ഫിദ്ദുനിയ അത്യബു മിൻ ബിർരിൽ ഖൽബ്, ഹൃദയത്തിന്റെ നന്മയേക്കാൾ ശുദ്ധമായ ഏറ്റവും നല്ല വേറെ ഏത് അനുഗ്രഹമാണുള്ളത്? ഒരാളുടെ മനസ്സ് ശരിയാവുക എന്നുള്ളതാണ് ഒരാൾക്ക് ലഭിക്കാവുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം. വസലാമത്തി സ്വദർ, നെഞ്ചകത്തിന്റെ സുരക്ഷിതത്വം. വമഅരിഫത്തി റബ്ബി തആല വമഹബ്ബതി, അല്ലാഹുവിനെ അറിയാനും ഇഷ്ടപ്പെടാനും ഒരാൾക്ക് സൗഭാഗ്യം ലഭിച്ചാൽ അതാണ് ഏറ്റവും നല്ല സൗഭാഗ്യം. വൽ അമലി അലാ മുവാഫഖതി, അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസൃതമായി കൊണ്ട് അമൽ ചെയ്യാനും ലഭിക്കുന്ന സൗഭാഗ്യമാണ് വലിയ സൗഭാഗ്യം. വഹലിൽ ഐഷു ഫിൽ ഹഖീഖതി ഇല്ലാ ഐഷുൽ ഖൽബി സലീം, സലീമായ ഹൃദയത്തോടെയുള്ള ജീവിതമല്ലാതെ വേറെ ഏത് ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം? അപ്പൊ ഒരാളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ, സലീമാണെങ്കിൽ, സുരക്ഷിതമാണെങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം. വഖദ് അസ്ന അല്ലാഹു തആല അലാ ഖലീലിഹി ബിസലാമത്തി ഖൽബി, അല്ലാഹു ഈ സലീമായ ഹൃദയത്തെ സംബന്ധിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പുകഴ്ത്തി പറഞ്ഞത് കാണാം. വ ഇന്ന മിൻ ഷിഅതിഹി ല ഇബ്രാഹിം, നിശ്ചയമായും അല്ലാഹുവിന്റെ കൂട്ടരിൽപ്പെട്ട ആളാണ് ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം. ഇദ് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം, അദ്ദേഹം തന്റെ റബ്ബിന്റെ അടുക്കൽ സലീമായ ഹൃദയവുമായി വന്നപ്പോൾ, സുരക്ഷിതത്വമായ തിന്മകളില്ലാത്ത ഹൃദയവുമായി വന്നതായ സന്ദർഭത്തിൽ വീണ്ടും അല്ലാഹു ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് കാണാം, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, ഖിയാമത്ത് നാളിൽ മനുഷ്യൻ സമ്പാദിച്ചുണ്ടാക്കുന്ന അവന്റെ സമ്പത്തോ അവന്റെ സന്താനങ്ങളോ അവനക്ക് ഒരു ഉപകാരവും ചെയ്യുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഏതൊരുവനാണോ സലീമായ ഹൃദയവുമായിട്ട് അള്ളാഹുവിനെ സമീപിക്കുന്നത് അവന് മാത്രമേ രക്ഷയുണ്ടാവുകയുള്ളൂ. ഏതൊരുവനാണോ ഹൃദയത്തെ തിന്മകളിൽ നിന്ന് സുരക്ഷിതമായി സലീമായി കൊണ്ട് അള്ളാഹുവിനെ സമീപിക്കുന്നത് അവന് മാത്രമേ ആഖിറത്തിൽ രക്ഷയുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. വൽ ഖൽബു സലീം, എന്താണ് സലീമായ ഹൃദയം എന്ന് പറഞ്ഞാൽ? ഹുവല്ലദീ സലിമ മിനശ് ശിർക്കി, ഷിർക്കിൽ നിന്ന് രക്ഷപ്പെട്ട ഹൃദയത്തിനാണെന്ന് പറയുന്നത് സലീമായ ഹൃദയം എന്ന് പറയുന്നത്. അതേപോലെ വൽ ഗില്ലി വൽ ഹഖദ്, പകയിൽ നിന്ന് വിദ്വേഷത്തിൽ നിന്ന് സുരക്ഷിതമായ ഹൃദയം. വൽ ഹസദി വശുഹി, അസൂയയിൽ നിന്ന്, അതേപോലെ തന്നെ പിശുക്കിൽ നിന്ന്. വൽ കിബിരി, അഹങ്കാരത്തിൽ നിന്ന്. വഹുബ്ബി ദുനിയാ വല്ലിയാസ, ദുനിയാവിനോടുള്ള സ്നേഹത്തിൽ നിന്ന്, അതിലുള്ള അധികാരത്തിനോടുള്ള സ്നേഹത്തിൽ നിന്ന്. ഇതിൽ നിന്നെല്ലാം ഏത് ഹൃദയമാണോ ശുദ്ധമാകുന്നത്, രക്ഷപ്പെടുന്നത്, അങ്ങനെയുള്ള ഹൃദയമാണെന്ത്? സലീമായ ഹൃദയം. ഫസലിമ മിൻ കുല്ലി ആഫത്തിൻ തുബഇദുഹു അനില്ലാ, ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം വലിയ അപകടങ്ങളാണ്, ആപത്തുകളാണ്, ആഫത്തുകളാണ്. അതെന്ത് ചെയ്യും? അള്ളാഹുവിൽ നിന്ന് ഒരു മനുഷ്യനെ അകറ്റിക്കളയുന്നതാണ്. അപ്പൊ അള്ളാഹുവിൽ നിന്ന് ഒരാളെ അകറ്റിക്കളയുന്ന സകല ആപത്തുകളിൽ നിന്നും എന്ത് ചെയ്യുക? ഹൃദയത്തെ സുരക്ഷിതമാക്കുക. വസലിമ മിൻ കുല്ലി ശുബ്ഹത്തിൻ തുആരിദു ഖബറ,
അള്ളാഹുവിന്റെ ഖബറുകൾ, അള്ളാഹുവിങ്കിൽ നിന്ന് വന്നിരിക്കുന്ന ഖുർആൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, അതാണ് ഖബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനോട് എതിരായിരിക്കുന്നതായ ശുബ്ഹത്തുകൾ, ആശയക്കുഴപ്പങ്ങളുണ്ട്. അതിൽ നിന്ന് ഹൃദയം എന്താവുക? ശുദ്ധിയാവുക. അള്ളാഹു ഒരു കാര്യം പറഞ്ഞോ അതിനെ പെട്ടെന്ന് അനുസരിക്കുക. എന്നാൽ ശുബ്ഹത്തിൽ പെട്ടിരിക്കുന്ന ആളുകൾ, ആശയക്കുഴപ്പങ്ങളിൽ പെട്ടിരിക്കുന്ന ആളുകൾ അള്ളാഹു പറഞ്ഞുവോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളതായിരിക്കില്ല അവരെന്ത് ചെയ്യണത്, പരിഗണിക്കുന്നത്. അവർ വേറെ പല കാര്യങ്ങളിലും എന്ത് ചെയ്യും, മുഴുകും. വേറെ പല പ്രയോറിറ്റികളും മുൻഗണനാക്രമങ്ങളും അവർക്കുണ്ടാകും. അപ്പോൾ അള്ളാഹു പറഞ്ഞതിനെ, റസൂല് പറഞ്ഞതിനെ അംഗീകരിക്കാൻ എന്ത് ചെയ്യില്ല, അവർക്ക് സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ ഖബറിന് വിരുദ്ധമാകുന്ന നിലയിൽ ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക, ഹൃദയത്തെ സുരക്ഷിതമാക്കുക. അതേപോലെ വമിൻ കുല്ലി ശഹ്വത്തിൻ തുആരിദു അംറ, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരാകുന്ന സകല ഷഹ്വത്തുകളും അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഹൃദയത്തെ ശുദ്ധമാവുക. അള്ളാഹു ഒന്ന് പറയുന്നു, മനസ്സ് എന്ത് ചെയ്യുന്നു, വേറൊന്ന് പറയുന്നു. അള്ളാഹു ഇന്ന് നിഷിദ്ധമാണെന്ന് പറയുന്നു, മനസ്സ് അതിലേക്ക് എന്ത് ചെയ്യുന്നു, മനുഷ്യനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് കീഴ്പ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്തായി? അവന്റെ ഹൃദയം എന്തല്ല, സുരക്ഷിതമല്ല എന്നർത്ഥം. അള്ളാഹു നിഷിദ്ധമാക്കിയതാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അത് പ്രവർത്തിക്കുന്നില്ല, അത് കാണുന്നില്ല, കേൾക്കുന്നില്ല, സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവന്റെ ഹൃദയം ആ വിഷയത്തിൽ എന്തായി, സുരക്ഷിതമായി മാറി. വസലിമ മിൻ കുല്ലി ഇറാദത്തിൻ തുസാഹിമു മുറാദ, അള്ളാഹുവിന്റെ ഇച്ഛ, അള്ളാഹുവിന്റെ ഉദ്ദേശം, അതിന് എതിരാകുന്ന നിലയിലുള്ള എല്ലാ ഉദ്ദേശങ്ങളും അതിൽ നിന്ന് ഹൃദയം എന്ത് ചെയ്യണം, ശുദ്ധമാകണം. അള്ളാഹു എന്താണോ ഇച്ഛിക്കുന്നത്, അള്ളാഹു എന്താണോ ആഗ്രഹിക്കുന്നത്, അതായിരിക്കണം എന്ത് ചെയ്യുക നമ്മുടെ ആഗ്രഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊന്നാണോ കൊണ്ടുവന്നത് അതിനെന്ത് ചെയ്യുക, പൂർണ്ണ മനസ്സോടെ സംതൃപ്തിപ്പെടുക, അതിനെ തൃപ്തിപ്പെടുക. അതാണെന്ത്, സുരക്ഷിതമായ ഹൃദയത്തിന്റെ ആളുകളുടെ സ്വഭാവം. അതേപോലെ തന്നെ വസലിമ മിൻ കുല്ലി ഖാതിഇൻ യഖ്തഉ അനില്ല, അള്ളാഹുവിനെ തൊട്ട് ഒരാളെ മുറിച്ചു കളയുന്ന, അകറ്റിക്കളയുന്ന ഖാതിഅകളായ ധാരാളം കാര്യങ്ങളുണ്ട്. അത് തിന്മകൾ അതിൽപ്പെട്ടതാണ്. ശിർക്ക്, കുഫ്ർ, ബിദ്അത്തുകള്, അതേപോലെ തന്നെ ചെറുതും വലുതുമായ പാപങ്ങൾ, ഇതെല്ലാം അള്ളാഹുവിനെ തൊട്ടൊരു മനുഷ്യൻ എന്ത് ചെയ്യുന്ന, മുറിച്ച് അകറ്റിക്കളയുന്ന കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് ഹൃദയം ശുദ്ധമാവുക. ഫഹാദൽ ഖൽബു സലീമു ഫീ ജന്നത്തിൻ മുഅജ്ജലത്തിൻ ഫിദ് ദുനിയ, അങ്ങനെയുള്ള സലീമായ ഹൃദയം ഈ ദുനിയാവിൽ വെച്ച് തന്നെ എന്തായിരിക്കും, സ്വർഗത്തിലായിരിക്കും. ആഖിറത്തിലേക്ക് പോകേണ്ടതില്ല. അതിനു മുമ്പ് മുഅജ്ജല എന്ന നിലയിൽ ഇവിടെ തന്നെ എന്തായിരിക്കും, അവന്റെ ഹൃദയം സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കും. വഫീ ജന്നത്തിൻ ഫിൽ ബർസഖ്, നാളെ ഖബറിലും അവന്റെ ഹൃദയം സ്വർഗത്തിലായിരിക്കും. വഫീ ജന്നത്തി യൗമിൽ മആദ്, ആഖിറത്തിലുള്ളതായ സ്വർഗത്തിലും അവൻ എന്ത് ചെയ്യും, പ്രവേശിക്കും എന്നർത്ഥം. ഇനി വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ സുരക്ഷിതമായ ഹൃദയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശൈഖ് അവറുകൾ പറയുന്നത്. അതിനെ എങ്ങനെ നിലനിർത്താം എന്നുള്ളതിനെ സംബന്ധിച്ചും വളരെ വില മതിക്കുന്ന ഉപദേശമാണ് ശൈഖ് അവറുകൾ നൽകുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കാൻ, അതനുസരിച്ച് അമൽ ചെയ്യാൻ, അള്ളാഹുവിന്റെ തൃപ്തിയിലായി ജീവിക്കാൻ നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.